വെൽക്കം ടു മൂവി ബ്രാൻഡ്. അവതാരകയായി എത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലക്ഷ്മി നക്ഷത്ര. ധമാർ പടാർ, സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെയാണ് ലക്ഷ്മി എല്ലാവരുടെയും ഇഷ്ടതാരമായത്. റെഡ് എഫ്എമ്മിൽ റേഡിയോ ജോക്കിയായാണ് ലക്ഷ്മി തന്റെ കരിയർ ആരംഭിക്കുന്നത്. ധമാർ പടാർ വലിയ വിജയമായതിനു പിന്നാലെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലും താരം എത്തിയത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. യൂട്യൂബിലും സജീവമായ ലക്ഷ്മിക്ക് നിരവധി വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരേണ്ടതായി വന്നിട്ടുണ്ട്. കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതിന്റെ പേരിലായിരുന്നു ലക്ഷ്മിയെ പരിഹസിക്കപ്പെട്ടത്. ഈ വേളയിൽ ഈ വിഷയത്തെക്കുറിച്ച് സീരിയൽ നടി മൃദുല വിജയ് പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ്. ലക്ഷ്മി ചേച്ചി ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, അതുപോലെ വീഡിയോയും ഇടുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ വീഡിയോ ഇടാൻ തോന്നുകയും തോന്നാതിരിക്കുകയും ചെയ്യും. അത് അവരുടെ സ്വഭാവം ആശ്രയിച്ചിരിക്കും. നെഗറ്റീവ് കമന്റ് വരുന്നതും പോസിറ്റീവ് കമന്റ് വരുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലക്ഷ്മി ചേച്ചി വേറെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അതൊന്നും വീഡിയോ ആയി ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാകും, കാരണം അത് കണ്ടിട്ട് സഹായിക്കാനും ആളുകൾ വരുന്നുണ്ട്. സുധിച്ചേട്ടൻ മരിച്ച ശേഷം ആ കുടുംബം നോക്കാൻ വേറെ ആരുമില്ല. ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകൾ സഹായിക്കാൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാവും ലക്ഷ്മി ചേച്ചി അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക. നെഗറ്റീവ് രീതിയിലും അതല്ല പോസിറ്റീവായി കാണുന്നവർ അങ്ങനെയുമായിരിക്കും അതിനെ സമീപിക്കുകയെന്നും മൃദുല കൂട്ടിച്ചേർത്തു. സ്റ്റാർ മാജിക് നിർത്താൻ കാരണം താരങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണെന്ന ആരോപണം ഉണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമല്ല എന്നാണ് മൃദുല മറുപടിയായി പറഞ്ഞത്. ടാസ്കുകൾ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുകളാണ് അതൊക്കെ, അല്ലാതെ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അമ്മയായ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മൃദുല പറയുന്നത് ഇങ്ങനെയായിരുന്നു: വീട്ടിലുള്ള ദിവസങ്ങളിൽ മകൾ ധ്വനിക്ക് എന്നെ പൂർണ്ണമായിട്ടും വേണം. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും സാധിക്കാറില്ല. ബാത്റൂമിൽ പോകാൻ പോലും അവൾ സമ്മതിക്കില്ല. പിന്നെ അവൾക്ക് എന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം രാവിലെ 6:30 സമയത്താണ് ഞാൻ ഷൂട്ടിന് പോകുന്നത്. ആ സമയത്ത് അവൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. രാത്രി 10:30 ശേഷമാകും തിരിച്ചെത്തുക. ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ അവളെ എന്നും കാണുന്നുണ്ടെങ്കിലും അവൾ എന്നെ കാണുന്നത് കുറവാണ്. പിന്നെ അച്ഛനും അമ്മയും എല്ലാത്തിനും കൂടെ ഉണ്ട് എന്നതാണ് വലിയ ആഗ്രഹം. ചില സമയത്ത് ഞാനൊരു അമ്മയാണെന്ന കാര്യം പോലും ഇടയ്ക്ക് മറക്കുന്നത് അവൾ മകളെ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടാണെന്നും മൃദുല പറയുന്നു. കല്യാണത്തിന് ശേഷം ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ സാധാരണ പോലെ ആവുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സ്ട്രഗിളിൽ ടോപ്പിൽ എത്തുന്നത് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റാറ്റസ് ആയി ഇടും. പ്രസവത്തിന് ശേഷം എന്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ ഇവിടെ ശരിയല്ലെന്നും എനിക്ക് എത്താൻ പറ്റില്ലെന്നും ഒക്കെ തോന്നി. എന്നെ പോലെ അമ്മമാരായ നടിമാരും അങ്ങനെ പറയുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് കരച്ചിൽ വരും. അനുഭവത്തിലൂടെ ആ വേദന അറിയുകയുള്ളൂ എന്നും മൃദുല പറയുന്നു. കൊല്ലം സുധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ലക്ഷ്മിക്കെതിരെ വന്നിരുന്നത്. നടനും മിമിക്രി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു. സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതില്ലെന്നായിരുന്നു സാജു പറഞ്ഞത്. ലക്ഷ്മി നക്ഷത്രയുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും. സുധിയുടെ കാര്യത്തിന് ഞാൻ, രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയൂ. ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക, പബ്ലിസിറ്റിക്ക് വേണ്ടി. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് സാജു നവോദയ പറഞ്ഞിരുന്നത്. പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാവുകയും പ്രതികരണവുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാണ് ലക്ഷ്മി പറയുന്നത്. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരെ ഞാൻ ഗൗനിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി. എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്ര കൂട്ടിച്ചേർത്തു. തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവൻ വ്യക്തമാക്കി. കൊല്ലം സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണെന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണെന്നും ലക്ഷ്മി പറഞ്ഞു. എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം, അത്രമാത്രം മതി. സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല. ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു. പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവും രംഗത്തെത്തിയിരുന്നു. ചിന്നു എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടന് സ്വന്തം പെങ്ങളെ പോലെയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. അന്നു മുതൽ ഇന്നുവരെ ലക്ഷ്മി ഞങ്ങൾക്കൊരു തുക എല്ലാ മാസവും തരാറുണ്ട്. എനിക്കും പപ്പയ്ക്കും ഇതുവരെ ജോലിയൊന്നും ആകാത്തത് കൊണ്ടാണ് ലക്ഷ്മി സഹായിക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പാടിലാണെങ്കിലും ഇതുവരെ ചോദിക്കാതെയാണ് അവൾ എല്ലാ മാസവും 14-ാം തീയതിയിൽ ഒരു പൈസ തരുന്നത്. ഇക്കാര്യം ലക്ഷ്മിക്കും പുറം ലോകത്തോട് പറയാവുന്നതാണ്. പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന കാര്യമാണിത്. ലക്ഷ്മിക്ക് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ എല്ലായിടത്തും
തുറന്നു പറയുന്നതെന്നും രേണു അന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിപ്പിച്ചതിലും ലക്ഷ്മി പ്രതികരിച്ചിരുന്നു. 7 വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ടെന്നും അതിൽ മാറ്റം വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നുവെന്നും ലക്ഷ്മി ചൂണ്ടിക്കാട്ടി. ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണെന്നും അതും കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നും ആണ് ലക്ഷ്മി പറഞ്ഞത്. അടുത്തിടെ തന്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചിരുന്നു. ബ്യൂട്ടി പാർലറിൽ അത്യാവശ്യ കാര്യങ്ങൾക്കേ പോകാറുള്ളൂ. ത്രെഡിംഗ്, വാക്സിംഗ്, വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും നീക്കുക, അങ്ങനെ ക്ലീനപ്പ്, ഫേഷ്യലുകൾ ഒന്നും ചെയ്യാറില്ല. ഷൂട്ടിന് വേണ്ടി മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിനാൽ ഈ മസാജിന് ഏറെ പ്രാധാന്യമുണ്ട്. വെളിച്ചെണ്ണ ചെറു ചൂടോടെ തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കും, പിന്നീട് മസാജ് ചെയ്യും. 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കും. ആവി കൊള്ളിക്കും. അമ്മ ബിന്ദുവാണ് ഇതിന് സഹായിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ടാണ് മേക്കപ്പ് നീക്കുന്നതെന്നും ഇതിനു മുൻപ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മുൻനിര അവതാരകമാരിൽ ഒരാളായി ലക്ഷ്മി നക്ഷത്ര മാറിയത്. അവതരണത്തിനിടെ മാർക്കോണി മത്തായി എന്ന വിജയ് സേതുപതി ചിത്രത്തിലും നടി അഭിനയിച്ചിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആകാറുള്ള താരമാണ് ലക്ഷ്മി നക്ഷത്ര. തന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും ചിത്രങ്ങളെല്ലാം പങ്കുവച്ച് നടി എത്താറുണ്ട്. ലക്ഷ്മിയുടേതായി വരുന്ന പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. ജീവിതത്തിൽ ആദ്യമായി താൻ ടാറ്റു കുത്തിയ സന്തോഷവും ലക്ഷ്മി ആരാധകരുമായി പങ്കുവച്ചിരുന്നു. ഒടുവിൽ സൂചികളോടുള്ള തന്റെ പേടി മാറിയതായും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു. ദി ഡീപ് പിങ്ക് ടാറ്റൂസിലെ കുൽദീപ് കൃഷ്ണയാണ് തനിക്ക് ടാറ്റു ചെയ്തതെന്നും ലക്ഷ്മി നക്ഷത്ര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. തന്റെ മോഡലിംഗ് ചിത്രങ്ങളും അവതാരക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വേറിട്ട ലുക്കിലും കോസ്റ്റ്യൂമിലുമുള്ള ലക്ഷ്മിയുടെ ചിത്രങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. സ്റ്റാർ മാജിക്കിന് പുറമെ നിരവധി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചും ലക്ഷ്മി നക്ഷത്ര കയ്യടി നേടിയിരുന്നു. മുൻനിര അവതാരകയായ രഞ്ജിനി ഹരിദാസ്, ആര്യ, അശ്വതി, മിഥുൻ രമേശ്, പേളിമാണി തുടങ്ങിയവരുടെ ലിസ്റ്റിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ലക്ഷ്മിയും എത്തിയത്. അടുത്തിടെ ഫ്ലവേഴ്സിലേക്ക് എത്തിപ്പെട്ടതിനെക്കുറിച്ചും താരം പറഞ്ഞിരുന്നു. മൈലാഞ്ചിയാണ് ഫ്ലവേഴ്സിൽ എത്തും മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അങ്ങനെ ആദ്യമായി അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഗൾഫിൽ ഒരു പരിപാടിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. മാറ്റിവെക്കാൻ സാധിക്കാത്തതിനാൽ ഒഴിവാക്കി. പിന്നീട് രണ്ടാമത് ജോണ്ടിസ് പിടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവർ വീണ്ടും വിളിച്ചു. എനിക്ക് അസുഖമായതിനാൽ അമ്മ അവരോട് പറഞ്ഞു വരാൻ സാധിക്കില്ലെന്ന്. പിന്നീടാണ് അവർ എന്നെ ഒന്ന് കൂടി വിളിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നെയും ഫ്ലവേഴ്സിന്റെ ഭാഗമാക്കിയെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു.